കൊടുങ്ങല്ലൂരിൻ്റെ ഹൃദയഭാഗത്ത് ഭഗവതിയുടെ പ്രതിഷ്ഠയുള്ള ഒരു പുരാതന ക്ഷേത്രമുണ്ടായിരുന്നു. സൂര്യൻ അസ്തമിച്ചതിനു ശേഷം ക്ഷേത്രത്തിൽ പ്രവേശിച്ച ആരും ഒരിക്കലും തിരിച്ചു വരില്ലെന്നതുകൊണ്ട് ക്ഷേത്രം ശപിക്കപ്പെട്ടതാണെന്ന് നാട്ടുകാർ വിശ്വസിച്ചു. എന്നാൽ കൗതുകവും സാഹസികതയുമുള്ള ഒരു കൂട്ടം സുഹൃത്തുക്കൾ ഒരു ദിവസം രാത്രി ക്ഷേത്രം സന്ദർശിക്കാൻ തീരുമാനിച്ചു. പ്രവേശന കവാടത്തിനടുത്ത് എത്തിയപ്പോൾ അവർ ചിരിച്ചും തമാശ പറഞ്ഞും വളരെ സന്തോഷത്തോടു കൂടിയായിരുന്നു ആ ക്ഷേത്രത്തിലേക്ക് കയറാൻ തുനിഞ്ഞത്. പക്ഷേ അവരുടെ സന്തോഷത്തിന് ആയുസ് വളരെ കുറവായിരുന്നു. അവർ അകത്തേക്ക് കടന്ന ഉടനെ തന്നെ തങ്ങൾക്ക് പിറകിലുള്ള വാതിലുകൾ കൊട്ടിയടച്ചു. ക്ഷേത്രം ഒരു അന്ധമായ വെളിച്ചത്താൽ നിറഞ്ഞു. അതിൽ നിന്നും ഭഗവതിയുടെ രൂപം അവർ കണ്ടു. അവളുടെ കണ്ണുകൾ മറ്റൊരു ലോക തീവ്രതയാൽ തിളങ്ങുന്നുണ്ടായിരുന്നു. അവളുടെ ശബ്ദം ഇടിമുഴക്കം പോലെയായിരുന്നു. അവൾ അവരോട് ഇങ്ങനെ ചോദിച്ചു, "നിങ്ങൾ എൻ്റെ ക്ഷേത്രത്തിൻ്റെ സമാധാനം തകർത്തു." അവൾ പറഞ്ഞു, "ഇനി നിങ്ങൾ എൻ്റെ ക്രോധം നേരിടും." ദേവിയുടെ ശാപം ഏറ്റുവാങ്ങി സുഹൃത്തുക്കൾ ഓരോരുത്തരായി അപ്രത്യക്ഷരായി. അവശേഷിച്ച ഒരാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ വളരെ വൈകിപ്പോയിരുന്നു. ഭഗവതിയുടെ ശാപത്താൽ ഒരു ജീവൻ പോലും അവശേഷിച്ചില്ല. പിറ്റേന്ന് രാവിലെ ക്ഷേത്രപ്പടിയിൽ നിന്നും ഒരു കമ്മൽ അവിടെ പൂമാല കിട്ടുന്ന ഒരു വൃദ്ധയ്ക്ക് ലഭിച്ചു. ആ യുവാക്കളെ പിന്നീട് ഒരിക്കലും അവിടെ ആരും കണ്ടിട്ടില്ല. ക്ഷേത്രം എന്നേക്കുമായി നിഗൂഢതയിൽ മൂടപ്പെട്ടു. ചില രാത്രികളിൽ സുഹൃത്തുക്കളുടെ നിലവിളികളും കാറ്റിൽ ദേവീശാപവും മുഴങ്ങുന്നത് ഇപ്പോഴും കേൾക്കാനാകുമെന്ന് നാട്ടുകാർ പറയുന്നു.